ഹായ് ഹലോ, നമ്മളിന്ന് പോകുന്നത് എൻ്റെ പഴയ വീട്ടിലേക്കാണ്. ആ കാണുന്ന മലേൻ്റെ സെൻറ്ററിലാണ് നമ്മുടെ പഴയ വീട്. അത് ഇപ്പം കൊടുത്തതാണ്, കുറേ വിറ്റതാണത്. അപ്പോൾ നമ്മളവിടെയൊക്കെ ഒന്ന് പോയി നോക്കുക എന്താ സ്ഥിതി എന്നുള്ളത്. നല്ല ഭംഗിയുള്ള സ്ഥലമൊക്കെയാണ്. ഇവിടെ ഒരു പാലം വരുന്നുണ്ട്. പണ്ടൊരു ഇടുങ്ങിയ പാലമായിരുന്നത്, പിന്നീട് ഇപ്പോൾ അത് വീതിയൊക്കെ കൂട്ടി നല്ല സെറ്റാക്കി നല്ല വലിപ്പമുള്ള പാലാക്കി. അടിപൊളി പാലം. തിരുവമ്പാടി പുന്നക്കൽ റോഡാണത്. അടിപൊളി അടിപൊളി സെറ്റപ്പ് പാലായില്ലേ. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ഹൈ റേഞ്ചാണ്, മല കയറുകയാണ്. അപ്പോൾ ഇങ്ങനെ കയറിക്കൊണ്ട് നിൽക്കുക. ഇനി നമ്മളിവിടുന്ന് മല കയറി ഒരു 2 കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന് കയറാൻ. ഇവിടെ മുതൽ പിന്നെ നല്ല കുന്നാണ് കയറാനുള്ളത്. 2 കിലോമീറ്റർ മല കയറണം. ഒന്നും പറയേണ്ട മക്കളെ, 1 കിലോമീറ്റർ ഇങ്ങോട്ട് കയറിയിരിക്കണ്. ഇനിയും പോവാണ്ട് 1 കിലോമീറ്ററോളം ദൂരം. ജാതിമരം, ജാതിക്കായാണിത്. എന്തോ അടിപൊളിയല്ലേ, അടിപൊളി ജാതിക്ക. ഇവിടെയൊക്കെ നല്ല കായാണ്, നല്ല മണ്ണാണ് ഇവിടെയൊക്കെ. അതങ്ങനെ അടിപൊളി കായൊക്കെ ഇഷ്ടം പോലെ കായ ഉണ്ടാകുന്നുണ്ട്. നായ്ക്കളൊക്കെ ഉണ്ടല്ലോ പടച്ചാനിവിടെ. നായ്ക്കൾ ഓടിക്കോ, എന്താ ഇപ്പോഴത്തെ സ്ഥിതി. അപ്പോൾ ഇതിലിങ്ങനെ ഒരു വഴി പോകണ്ട കേട്ടോ. ഇവിടുന്ന് ഇങ്ങനെ വഴി പോകണ്ട്. നായി ഓടിക്കോന്നറിയില്ല. ഇങ്ങനെ പോയി നോക്കാം. വെള്ളമൊക്കെ പറ്റിയാണ്. പണ്ട് കുറേ ഇതിൽ നടന്നതാണ്. എന്താലേ ജാതിത്തോട്ടം. ഇവിടുന്ന് ഇങ്ങനെ. അപ്പം ഇവിടെയാണ് നമ്മുടെ പഴയ വീട്. ചെറുപ്പം മുതൽ നമ്മൾ ജീവിച്ച സ്ഥലമാണിത്. ഇവിടെ ഇപ്പം ആ വീട് അവിടെ ഉണ്ട്, നമ്മൾ വിറ്റ് പോയതാണ്. ഇവിടെയൊക്കെ ഭയാനകമായ വലിയ മഴക്കാലങ്ങളിലൊക്കെ ജീവിച്ച സ്ഥലമാണ്. ഇതുണ്ടോ, ഏതാ സ്ഥലം. ഈ കാണുന്ന വീട്ടിലാണ് നമ്മൾ ചെറുപ്പം മുതലേ താമസിച്ച വീട്. അതിൻ്റെ അപ്പുറം ആ അക്കരെ സൈഡ് പുഴയുണ്ട്, അവിടെ ഡാമുണ്ട്. അത് പവർ ഹൗസാണ്. പവർ ഹൗസിലേക്ക് പോകുന്ന ഡാം, കനാല് ഒക്കെ അവിടെ ആ ഭാഗത്ത് വരുന്നത്. അതങ്ങനെ ആ ഭാഗത്തു നിന്നാണ് സ്റ്റാർട്ട് ചെയ്താൽ നേരെ അങ്ങോട്ട് പോകും. അപ്പോൾ അവിടുത്തെ വ്യൂ ഒക്കെ നമുക്ക് അവിടുത്തെ പണി സൈറ്റിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാറുണ്ട്. അടുത്ത ദിവസം നമ്മൾ അവിടേക്ക് ഒന്ന് പോകും. ഇപ്പം ഞങ്ങൾ താമസിച്ചിരുന്ന വീട്, ചെറുപ്പം വരെ താമസിച്ച വീട് ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരുന്നുണ്ട്. ഇതിലേക്ക് വഴിയില്ല കേട്ടോ. ഇതിൽ അപ്പുറത്തൂടെയൊക്കെ ചെറിയൊരു വഴിയുണ്ട്, 1.5 അടി വഴിയുണ്ട്. പക്ഷെ ആ വഴിയൊക്കെ ഇപ്പം ആകെ പോയി കിടക്കുകയാണ്. ഇവിടെ ഇപ്പോൾ അങ്ങനെ ആരും വരാത്തതുകൊണ്ട് ഇത് എടുത്ത ആൾക്കാർ ഇതുപോലെ ഒരു ഹോം സ്റ്റേ ആയിട്ട് കൊടുക്കാനൊക്കെ പദ്ധതി ഉണ്ടായിരുന്നു. അതിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടൊന്നുമില്ല. അവർ വീടിങ്ങനെ എടുത്തിട്ടിട്ടുണ്ടെന്നുള്ളൂ. ഇപ്പം ഇങ്ങനെ ആലോചിക്കുമ്പോൾ കൊടുക്കണ്ടായിരുന്നൊക്കെ ചിലപ്പോൾ സമയത്ത് തോന്നിപ്പോവാറുണ്ട്. അടിപൊളി സ്ഥലമാണ്. ഇങ്ങനെ ഇടയ്ക്കൊക്കെ വന്നിങ്ങനെ
ഇരിക്കാനൊക്കെ പറ്റിയ സ്ഥലമാണ്. നല്ല തണുപ്പാണ്. ഈ വേനൽക്കാലത്ത് പോലും നല്ല തണുപ്പാണ്. ഉണ്ടോ? ഞാൻ കാണിച്ചാൽ അടിയിൽ പുഴയാണ്. ആ താഴെ കാണുന്നത് പുഴയാണ്. നമ്മൾ ആ പുഴ കണ്ടിട്ട് നമ്മൾ വീട് കാണാം അല്ലേ. പുഴയിലേക്ക് നമ്മൾ പോകണോ? നമ്മൾ പോകാനുള്ള വഴിയില്ല. നമുക്ക് പിന്നെ ഒരു സംഭവമുണ്ട്. ഉണ്ടോ? ആ താഴെ കാണുന്നത് പുഴയാണ്. പിന്നെ അവിടെയാണ് പദ്ധതി പ്രദേശം ആ ഭാഗത്താണ്. അവിടെ ഇപ്പം വർക്ക് നടക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ പ്രോപ്പർട്ടി ഉണ്ട്. നമ്മുടെ തറവാടിൻ്റെ പ്രോപ്പർട്ടിയാണ് ഈ കാണുന്നതൊക്കെ. ഉപയോഗശൂന്യമായി കിടക്കുന്ന കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലമാണിത്. എൻ്റെ ജാതിമരമൊക്കെയാണ് ഇവിടെ നിൽക്കുന്നത്. അങ്ങനെ ഉണ്ടാവുള്ളൂ. ഇതിലാണ് ആ വഴി വരുന്നത് കേട്ടോ. നമ്മുടെ വീട്ടിലേക്കുള്ള വഴി വരുന്നത് ഇവിടെ നിന്നാണ്. അപ്പോൾ അതിലിങ്ങനെ ഷോർട്ട് ചാടിയെന്നുള്ളൂ. ഇങ്ങനെ ഈ വഴി ഇങ്ങനെ വന്നിട്ട് ഇതാ ആ കാണുന്ന വീടാണ് എൻ്റെ വീട്. പഴയ വീട്.